ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കഥ പറയാൻ്റെ 10ാമത്തെ എപ്പിസോഡാണ് ഇന്ന് മൊത്തത്തിലൊരു ക്ഷീണം പോലെ. കഥ പറയാനൊരു മൂഡില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും ഒന്നും മനസ്സിലിങ്ങനെ വന്നില്ല കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ എന്താ പറയാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കാം. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയുടെ മുന്നത്തെ ഞായറാഴ്ച ഞങ്ങളുടെ SRS എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കഥ പറഞ്ഞില്ലേ, നിർവേദം കാണാൻ പോയ വിശേഷങ്ങളും കാര്യങ്ങളും. ആ ബോർഡിലത്തെ രണ്ടാളും കൂടി പറയാനുണ്ടായിരുന്നു, ഒരു എയും ഒരു എമ്മും. അപ്പോൾ ആദ്യം എമ്മാണ് വന്നത്. ആ കഥ പറയാം. അതായത് ഞങ്ങളുടെ മുഫ്സൽ SRSS ഓൺ ബോർഡിലേക്ക് വന്ന കഥയാണ്. ഡിഗ്രി 2010-2013 വെച്ച് കുന്നംകുളം കോപ്പറേറ്റീവ് കോളേജിലാണ് ഞങ്ങൾ ഡിഗ്രി ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ SRSSക്ക് മുബി വന്ന കഥയാണ് പറയുന്നത് കേട്ടോ. കോളേജിൽ സാധാരണത്തെ പോലെ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുന്നോളം പഴയ സ്റ്റാൻഡിൽ നിന്ന് വർത്താനം പറയണ നേരത്തെ ഞങ്ങൾക്ക് റൂട്ട് ബസ് ഉണ്ട് പള്ളിക്കര. അന്ന് VKM ആയിരുന്നു, ഇപ്പോൾ പള്ളിക്കരയാണ്. അപ്പോൾ അതൊരു 1:10 കുന്നോളം സ്റ്റാൻഡിലെത്തും, 1:30 വീടിനോടെത്തും. അപ്പോൾ ഞാനും പിന്നെ 3 S കൂടി ഇന്ന് വർത്താനം പറയുന്നത്. അപ്പോൾ ഇവനറിയാം, മുഫ്സലിനറിയാം, ക്ലാസ്സിലുള്ള പരിചയമുണ്ട്. അപ്പോൾ ഒരു ദിവസം അവിടെ വന്നിട്ട് പറഞ്ഞു, വായോ ഒരു ലൈം കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 5 ആളും കൂടി ഒരുമിച്ച് ലൈം കുടിക്കാൻ പോവുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ റോയൽ ജ്വല്ലറിയുടെ അപ്പുറത്ത് നിന്നാണ് ലൈം കുടിച്ചതെന്നാണ് ഓർമ്മ വന്നത്. അവിടെ ചെറിയൊരു പോർഷനിൽ ഒരു സൈക്കിളിൻ്റെ ഫിറ്റിങ്സൊക്കെ വെക്കുന്ന കടയുടെ തൊട്ടപ്പുറത്ത് ചെറിയൊരു ലൈമും സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ 4 ആളും അവനും കൂടി 5 ആളും കൂടി ജ്യൂസ് കുടിച്ചു, ലൈം കുടിച്ചു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അത്ഭുതം അറിഞ്ഞിട്ട്, അവനറിയാം ക്ലാസ്സിൽ പരിചയം ഉണ്ടെങ്കിലും പെട്ടെന്ന് വന്നിട്ട് വായു ലൈം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഞങ്ങളെ കൊണ്ടുപോകണം, ഞങ്ങൾക്ക് ലൈമ് വാങ്ങിച്ചു തരുന്നു. ആ നിമിഷം മുതൽ 2010 മുതൽ 2025 നിമിഷം വരെ ഞങ്ങളൊരു സെപ്പറേറ്റ് ഒരു ഗ്യാങ് ഉണ്ട്. അതായത് എങ്ങനെ പറയുക, ഒരു M പിന്നെ SRSS ഈ ഗ്യാങ് ഉണ്ട്. ഇത് കുറേ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ അത്രയും അടുപ്പുള്ള ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ഒരുപാട് ഫ്രണ്ട്സ് സൈക്കിൾ ഉണ്ട്. എനിക്ക് ക്ലാസ് ബേസ് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പുറത്തെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, നാട്ടിലത്തെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും സെപ്പറേറ്റ് ഉണ്ട്. എങ്കിൽ പോലും ഞങ്ങളൊരു 6 ആളുടെ ഒരു ഗ്യാങ്ങാണിത്. ഈ ഗ്യാങ്ങിൽ ഇപ്പോൾ ഒരാളുടെ മാത്രമേ കല്യാണം കഴിയാത്തുള്ളൂ, ബാക്കി എല്ലാവരും കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും കുട്ടികളുണ്ടായിട്ടുണ്ട്. മുബിക്ക് 2 കുട്ടികൾ, ബാക്കി എല്ലാവർക്കും ഓരോ കുട്ടികൾ. ബാക്കി എന്താ പറയുക 2 S, പിന്നെ ഞാൻ 6, പിന്നെ ഒരു A, പിന്നെ ഒരു M. എല്ലാവർക്കും പെൺകുട്ടികളാണ് കേട്ടോ. അതെന്താ പറയുക, എല്ലാവർക്കും രാജകുമാരികളാണ്. അത് ആദ്യം അവന് മുബിക്ക് തന്നെയാണ് കുട്ടി ഉണ്ടായത്, അത് പെൺകുട്ടിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ ആൾ എൻ്റെയാണ്. പിന്നെ അപ്പുറത്ത് ഒരു ഉണ്ണിയുണ്ട്, അപ്പുറത്തെ ആൾക്കൊരു ഉണ്ണിയുണ്ട്, പിന്നെ ഒരു എസ്സിന് ഒരു ഉണ്ണിയുണ്ട്. അങ്ങനെ മൊത്തം ഞങ്ങളുടെ AMS RSS ആ ടീമിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും പെൺകുട്ടികളാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എയർപോർട്ടിൽ പോയ കാര്യം പറഞ്ഞല്ലോ, ഈ ഞായറാഴ്ചയുടെ മുന്നത്തെ ഞായറാഴ്ച. അപ്പോൾ ഒരാൾ ദുബായിലാണ്, സ്വന്തം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ 3 മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരും, തിരിച്ചു പോകും. അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പുറത്ത് പോകും, കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തൊന്നും നടന്നില്ല. അതിൽ എനിക്കും ഒരു എസ്സിനും പോകാൻ പറ്റിയില്ല, ബാക്കി കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്ത് പോയി. പിന്നെ അവൻ വന്നിട്ട് ഞങ്ങൾ എപ്പോഴും എവിടെയെങ്കിലൊക്കെ ഒരു ദിവസം നൈറ്റ് സ്റ്റേ ചെയ്യാറൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം അങ്ങനെ നൈറ്റ് സ്റ്റേ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ആലപ്പുഴ ജിങ്കാന സിനിമ കാണാൻ പോയി. പുറത്ത് ചെറിയ മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇതിപ്പോൾ ഇടയിൽ നിർത്തി പോയാൽ ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മുബീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന് കാറ്ററിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ കാറ്ററിങ് വർക്ക് ചെറിയ രീതിയിൽ മുന്നേ ഉണ്ടായിരുന്നു, കോളേജ് വന്നിട്ട് മുന്നേ ഉണ്ടായിരുന്നു, കോളേജിലുള്ളപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് അവൻ ആ സമയത്താണ് ഞങ്ങളെ പരിചയപ്പെടുന്നത്. പിന്നെ അവൻ ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് ഭക്ഷണം ഉണ്ടാക്കി തന്നായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും. പിന്നെ അതേപോലെ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് വരുന്നത് കല്യാണങ്ങളാണ്. അപ്പോൾ മുബീരെ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത കല്യാണം കഴിഞ്ഞത് പിന്നെ അജിതാബിൻ്റെ കല്യാണമാണ് എൻ്റെ ഓർമ്മ. മുബീരെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അജിതാബിൻ്റെ കല്യാണമാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അജിതാബിൻ്റെ കല്യാണത്തിന്
അതിന് മുന്നേ എൻ്റെ കല്യാണമാണോ അജിതാബിൻ്റെ കല്യാണം എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല. പ്രധാന കാര്യം എന്ന് വെച്ചാൽ കോളേജൊക്കെ കഴിഞ്ഞൊരു കൂടി അവൻ ഹാപ്പി വെഡിങ് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കാറ്ററിങ് ആരംഭിച്ചു. അവൻ്റെ 1-2 ഫ്രണ്ട്സ്, മെയിൻ അവനാണ്, വേറെ ആൾക്കാരുണ്ട്, അവൻ 1-2 പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കല്യാണം, പിന്നെ 2 എസിൻ്റെ കല്യാണം, പിന്നെ ഈ പറഞ്ഞ എയുടെ കല്യാണം, ഇതെല്ലാം അവൻ തന്നെയാണ് ചെയ്തത്. ഇതിപ്പോൾ ഞാനിപ്പോൾ പേര് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അപ്പോൾ ഞാൻ പേര് പറയാണ്. മുഫ്സൽ, അജിതാബ്, സലിൽ, റെനിൽ, സുജിത്ത്, സുധീഷ്, അതാണ് ഞങ്ങളുടെ ഗ്യാങ്. അതായത് ഞങ്ങളുടെ ഗ്യാങ് MASRSS അങ്ങനെ പറയാം, അങ്ങനെയുള്ള ഉപയോഗിക്കാം. അപ്പോൾ അജിതാബിൻ്റെ കല്യാണത്തിന് അവനാണ് പ്രശ്നം ഉണ്ടാക്കിയത്, സുധീഷിൻ്റെ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവനാണ് നോക്കിയത്, എൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്, സുജിത്തിൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെയാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ പൂരം വരുമ്പോൾ അവൻ തന്നെയാണ്, ഞങ്ങൾ ഭക്ഷണം ഏൽപ്പിക്കുക. പിന്നെ ഓണം വിഷുവിനൊക്കെ ഞാനും ഞങ്ങളെല്ലാവരും അവനെ അങ്ങോട്ട് വിളിക്കും. അവൻ പെരുന്നാളും കാര്യങ്ങളൊക്കെ ഞങ്ങളതിനെ അങ്ങോട്ട് വിളിക്കും. അതല്ലാണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളുടെ ഇപ്പോൾ ഓരോ ഫംഗ്ഷനും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ വീട് ആൽത്തറയിലാണ്. ബാക്കി ഞങ്ങളൊരു 4 ആൾക്കാർ, ഞാൻ, സുജിത്ത്, സല്ലി, സുധീഷ്, ഞങ്ങൾ 5 തന്നെയാണ്. പിന്നെ ഉള്ളത് അജിതാബാണ്, അവൻ്റെ വീട് ആമക്കാവ്, ആ ഭാഗത്താണ് അവൻ്റെ വീട്. അവൻ വർഷത്തിൽ 2-3 പ്രാവശ്യം വരും. അവൻ വന്നു കഴിഞ്ഞാലാണ് ഞങ്ങൾ ഒന്ന് ആഘോഷമാക്കുക. ബാക്കി ഞങ്ങളെല്ലാവരും, ഇപ്പോൾ സുജിത്ത് ഇപ്പോൾ നാട്ടിലില്ല, അവൻ സൗദിയിലാണ്. ബാക്കി ഞങ്ങളെല്ലാവരും നാട്ടിലുണ്ട്. അപ്പോൾ അജിതാബ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം എവിടെയെങ്കിലുമൊക്കെ റൂം എടുത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും വീട്ടിലൊക്കെ സ്റ്റേ ചെയ്ത് ഞങ്ങൾ എൻജോയ് ചെയ്ത് രാത്രി ഓരോ വർത്തമാനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ സിനിമയ്ക്ക് പോയി, ചിലപ്പോൾ പിറ്റേ ദിവസം കാലത്ത് എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നുന്നു. അങ്ങനെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ അതിരപ്പള്ളി പോയിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു വയനാടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് സുധീഷിനും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്, കാരണം 2 ദിവസം അടുപ്പിച്ചായതുകൊണ്ട് നമുക്ക് ജോലി സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റിയില്ല. അതിന് മുന്നത്തെ ആഴ്ചയിലാണ് ഞാൻ ആലപ്പുഴയിൽ പോയി, പിന്നെ അമ്പലത്തിൽ പ്രതിഷ്ഠ അതിനൊക്കെ ആയിട്ട് ഞാൻ 3 ദിവസം ഓൾറെഡി അടുപ്പിച്ച് ലീവ് വന്നു. അങ്ങനെ മൊത്തം ബ്ലോക്കായി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ ബോർഡിലേക്ക് SRSS എന്ന് പറഞ്ഞ ബോർഡിലേക്ക് മുബി വന്ന കഥയാണ്. ഞാൻ അജിതാബ് വന്ന കഥ ഉണ്ട്. പിന്നെ ഒരുപാട് കോളേജ് ലൈഫിൽ ഒരുപാട് വലിയ ഫ്രണ്ട് സൈക്കിളുണ്ട്. സനുവിൻ്റെ കഥ ഉണ്ട്, പ്രജുവിൻ്റെ കഥ ഉണ്ട്, അഖിലേഷ് ഉണ്ട്, പിന്നെ വിഗിലുണ്ട്. അങ്ങനെ ഓരോരുത്തർ പേര് എടുത്ത് പറയാനില്ല, ഓരോരുത്തർ അങ്ങനെ ഗേൾസും ബോയ്സായിട്ട് ഒരുപാട് ആൾക്കാരുടെ വിശേഷങ്ങളും കഥകളൊക്കെ ഉണ്ട്. ഇപ്പം എന്താ പറയുക, ആലോചിച്ചിരിക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഉച്ചയ്ക്കൊന്നും കിട്ടിയില്ല, വൈകിട്ട് 3-4 മണി വരെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ ഭക്ഷണം, ഇപ്പോൾ ചായക്ക് സ്നാക്സ് വാങ്ങിച്ച് വന്നിട്ട് അത് കഴിക്കുമ്പോൾ പെട്ടെന്ന് മുബിയുടെ കേസ് ഓർമ്മ വന്നു. കാരണം അവൻ്റെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് സ്നേഹപൂർവ്വം ബിരിയാണി ഉണ്ടാക്കി തന്നത്. പിന്നെ അവൻ ഓരോ പരിപാടിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയത് അവൻ കൊണ്ടു തരും. പിന്നെ അവൻ്റെ വർക്കും കാര്യങ്ങളിലപ്പോൾ അവൻ ഒരുപാട് വർക്ക് ഉണ്ട്, വന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് അവൻ നിർബന്ധിച്ച് വിളിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് മുബിയുടെ സ്നേഹം, അങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ എല്ലാവരും ഞങ്ങൾ അത്രയും പരസ്പരം അടുത്ത് ഇരിക്കുന്ന ഒരു 6 പേരാണ്. എല്ലാവരും വർഷത്തിലൊരിക്കലും എന്തായാലും മാക്സിമം കൂടാൻ ശ്രമിക്കാറുണ്ട്, എല്ലാവരും ഒരുമിച്ച്. പിന്നെ അജിതാബ് പറഞ്ഞില്ല, അവൻ വർഷത്തിൽ ഒരു 1-2 പ്രാവശ്യം എന്തായാലും വരും. അവൻ വരുമ്പോഴാണ് ഞങ്ങൾ കൂടുക, അതല്ലാണ്ട് ഞങ്ങൾ കൂടാറൊക്കെ ഉണ്ട്. എന്നാലും അവൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസം സ്റ്റേ ഞങ്ങൾ ചെയ്യുക, എവിടെയെങ്കിലും ആരെങ്കിലും വീട്ടിലാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ട്രിപ്പ് പോയിട്ടൊക്കെ രസമാണ്. ഇപ്പോൾ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഒരു 2010 മുതൽ 2025 വരെ ഇത്തിരി സ്നേഹത്തിൽ കഴിയാൻ പറ്റിയത്. പിന്നെ എന്താ പറയുക, ഒരു അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിൽ പോലും കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും രാജകുമാരികളാണ്. അപ്പോൾ അതൊരു സന്തോഷം. പിന്നെന്താ, ഇപ്പം അടുത്ത് പോകുമ്പോൾ അവനെ എയർപോർട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി കൊണ്ടാക്കാൻ പോയി. സുജിത്തില്ല, അവൻ സൗദിയിലാണ്. ബാക്കി ഞങ്ങളെല്ലാവരും കൂടി കൊണ്ടാക്കാൻ പോയി, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെന്താ, അവിടെ എത്തണ വരെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കമ്പനി അടിച്ച് പഴയ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത്, അതിൻ്റെ ഇടയിൽ മുബീനെ കാര്യങ്ങൾ, അന്ന് മുബീനെ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ്, മുബീനെ പരിചയപ്പെട്ടതിന് ശേഷം അജിതാബിനായിട്ട് കുറച്ചുകൂടി നന്നായി കമ്പനി ചെയ്ത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് പറഞ്ഞ്, നല്ല അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. നെടുമ്പാശ്ശേരിക്കാണ് അവനെ കൊണ്ടാക്കിയത്. അവിടേക്ക് പോയി തിരിച്ച് വന്ന് ഞങ്ങൾ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഇറങ്ങി. ഓരോ പ്രാവശ്യം വന്നു പോകുമ്പോഴും മാക്സിമം അവൻ്റെ ഫാമിലി തിരക്കുകൾക്കിടയിലും അവൻ ഇത്രയും ദൂരത്ത് നിന്ന് ഞങ്ങളുടെ കൂടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങളും എല്ലാവരും ഞങ്ങളെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഒരുമിച്ചിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ നിങ്ങളുടെ ഒരു മെയിൻ ഗ്യാങ് എന്താണെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യാം. എനിക്ക് ഇതൊരു ഒറ്റ ഗ്യാങ്ങിൽ ഒതുങ്ങുമെന്ന് വിചാരിക്കരുത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ഇടുമ്പോൾ ആരെങ്കിലുമൊക്കെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആർക്കും വിഷമം വിചാരിക്കരുത്. കുറച്ച് വർഷത്തെ മുന്നത്തെ
കാര്യങ്ങളല്ലേ, എനിക്ക് ഓർമ്മക്കുറവുണ്ട്, എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ അത് എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് മെസ്സേജ് അയച്ചിട്ട് അത് ഞാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ വിട്ടുപോയി എന്നൊരു വിഷമത്തേക്ക് കാരണം അവർ ഓർത്ത് പറയുന്നുണ്ടല്ലോ എന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ മൊമെൻറ്റ്സ് എന്തെങ്കിലും ഓർമ്മ ഉണ്ടാ, ഒരു കോളേജ് ലൈഫ് മുതൽ ഈ ഇത്രയും കാലം വരെ വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ട് ഒരേപോലെ ഫ്രണ്ട്സായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് കോൺടാക്ട്സ് ഉണ്ടാ, നിങ്ങൾക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാ, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് ഇപ്പോഴുള്ള കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും രാജകുമാരികളാണ്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എല്ലാവർക്കും ഒരേപോലെ എന്തെങ്കിലും മൊമെൻറ്റ്സ് ഉണ്ടോ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ 10ാമത്തെ എപ്പിസോഡ് കഥ പറയാം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡായിട്ട് വരാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുന്നംകുളത്തെ തന്നെ ഒരു 4 അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ കർക്കിടകം 1 മുന്നായിട്ട് ലോഞ്ച് ചെയ്യണം, അത് വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആനയം അമ്പലത്തിലെ വ്യാസൻ ചേട്ടനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുന്നംകുളത്തൊരു 4 അമ്പലം ഉണ്ടെന്ന്. അപ്പോൾ ആളതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഡിറ്റിംഗ് വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നാളെ മറ്റന്നൊക്കെയായിട്ട് എന്തായാലും നമ്മളത് ചെയ്യുന്നതാണ്. എഡിറ്റിൻ്റെ സൗണ്ട് കൊടുക്കാണ്ട് കുറച്ചധികം പണികളുണ്ട്, അതിൽ വലിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ബായ്.